ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ പ്രതിഷേധത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണർ. അസാധാരണമായ നീക്കമാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഗവർണർ DGPയോട് ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ച നടപടികൾ DGP ഗവർണറോട് വിശദീകരിച്ചു. അറ്റ് ഹോം പരിപാടിയിൽ സിസ തോമസിന്റെ പരാതി ഗവർണർ കേട്ടതിന് പിന്നാലെയാണ് DGP വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഗോപാൽ ശിലാസനോട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. ഹാപ്പി ചിങ്ങദിനാശംസകൾ. DGPയെ ഗവർണർ വിളിച്ചു വരുത്തുക അതൊരു അസാധാരണമായ കാര്യമാണ്. ചാൻസലർ എന്ന നിലയിൽ കാര്യം സർക്കാരിനെ അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം DGPയെ നേരിട്ട് വിളിച്ചു വരുത്തി എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നേരത്തെ മുഖ്യമന്ത്രി ലോക് ഭവനിലെത്തിയപ്പോൾ അദ്ദേഹത്തിനോടും നേരിട്ട് തന്നെ സിസ തോമസിനെതിരായ പ്രതിഷേധവും അവരുടെ പരാതിയുമൊക്കെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഇത്തരത്തിൽ ഗവർണർ DGPയുമായി സംസാരിക്കുന്നത്. ആദ്യം ഫോണിൽ സംസാരിക്കുകയും പിന്നീട് DGP നേരിട്ട് ലോക് ഭവനിലേക്ക് എത്തുകയുമായിരുന്നു. ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള പ്രശ്നമാണ് സിസ തോമസിന് നേരിടേണ്ടി വന്നതെന്നും അതിൽ കർശനമായിട്ടുള്ള നടപടി, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള നടപടി ഉണ്ടായിരിക്കണം, അത് ഉറപ്പുവരുത്തണം എന്ന ആവശ്യമാണ് ചാൻസലർ കൂടിയായ ഗവർണർ DGPക്ക് മുൻപിൽ വെച്ചത്. ED കേസിലെ പ്രതികളെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ തന്നെ ആയിരിക്കണം ഈ കേസിലുള്ള ഇടപെടലും എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് സൂചന. അതിനോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും ജാഗ്രതയും പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സന്ദേശം കൂടിയായിരിക്കണം ഈ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരായ അച്ചടക്ക നടപടി എന്ന ആവശ്യമാണ് DGPക്ക് മുൻപിൽ ഗവർണർ വെച്ചത്. ഇതുവരെ ഈ കേസിൽ സ്വീകരിച്ച എല്ലാ നടപടികളും ഗവർണർക്ക് മുൻപാകെ DGP വിശദീകരിക്കുകയുണ്ടായി. കേസ് എപ്പോൾ എടുത്തു, ആരെയൊക്കെയാണ് നിലവിൽ പ്രതി ചേർക്കാൻ ആലോചിക്കുന്നത്, ആരെയൊക്കെ തിരിച്ചറിഞ്ഞു എന്നതടക്കമുള്ള ഒരു വിശദമായ രൂപം ഈ കേസുമായി ബന്ധപ്പെട്ട് ഗവർണറെ അറിയിച്ചിട്ടുണ്ട് DGP. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ 4 SFI പ്രവർത്തകരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിസ തോമസ് നേരിൽ കണ്ട് ഗവർണറെ തന്റെ പരാതിയും പരിഭവവും എല്ലാം തന്നെ അറിയിച്ചിരുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന അറ്റ് ഹോം പരിപാടിയിൽ സിസ തോമസിനും ക്ഷണമുണ്ടായിരുന്നു. ആ പരിപാടിക്കിടയിൽ സിസയെ നേരിൽ കാണുമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയും സിസയുടെ എല്ലാ പരാതികളും ഗവർണർ കേൾക്കുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയും തുടർ നടപടിയുമെല്ലാം. ഓക്കെ, താങ്ക് യു. അതൊരു ഭാഗത്ത് അങ്ങനെ കടുക്കുന്നു. പക്ഷേ ഗവർണർ DGPയൊക്കെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ആജ്ഞാപിക്കാൻ ഉള്ള അവകാശമൊക്കെ ഉണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇത് ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. നമുക്കൊരു ആഭ്യന്തര വകുപ്പ് ഇവിടെയുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. ചാൻസലർ എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാം, ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് നോക്കണം എന്നാവശ്യപ്പെടാം. അത് ആഭ്യന്തര വകുപ്പിന് DGPയുമായി സംസാരിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഗവർണർ നേരിട്ട് ഭരിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഇല്ലല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 8 മണിയാവുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ മെസ്സേജുകളുണ്ട്. ഞാനൊരു തെറ്റ് പറഞ്ഞു എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ശ്രീജി, സൂര്യൻ എവിടേക്കാണ് പ്രവേശിക്കുന്നത്? തെറ്റായ വിവരങ്ങൾ പറയല്ലേ. കുട്ടികൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. ഞാൻ സൂര്യൻ പ്രവേശിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. ചിങ്ങം എങ്ങനെ വന്നു എന്ന വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഞാനത് പറഞ്ഞിരുന്നു. ചില ആളുകൾ വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് കരുതിയിരുന്നത് എന്താ? സൂര്യൻ സഞ്ചരിക്കുന്നുവെന്നും ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുവെന്നുമാണ്. അത് വിശ്വാസം. ശാസ്ത്രം അങ്ങനെയല്ല. ശാസ്ത്രം അങ്ങ് പറഞ്ഞതുപോലെയാണ്. സൂര്യൻ നിൽക്കുന്നു, പകരം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ വലയം പ്രാപിക്കുന്നു, വലയം ചെയ്യുന്നു, അതിനെ ചുറ്റി സ്വയം തിരിയുകയും സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഒരിക്കൽ കൂടി കുട്ടികൾക്ക് തെറ്റിദ്ധാരണ വേണ്ട. ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ആളുകൾ കരുതിയിരുന്നത് ഒരു കാലത്ത്.